സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വീഡിയോ ഓഫ് ഷൈമേറ്റ്. അപ്പോൾ കുറേ പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു മൈൻക്രാഫ്റ്റ് കളിക്കാൻ പറഞ്ഞിട്ടൊക്കെ. നമ്മളായിട്ട് സ്പൈഡർമാൻ ദ അമേസിങ് സ്പൈഡർമാൻ അതിൻ്റെ വാക്ക് ത്രൂ ചെയ്യുമ്പോൾ കുറേ പേര് കമൻറ്റ് ഇട്ടിട്ടായിരുന്നു മൈൻക്രാഫ്റ്റ് കളിക്കാൻ പറഞ്ഞിട്ടൊക്കെ. അപ്പോൾ നമ്മൾ അവസാനം ഗൈസ് ഫൈനലി മൈൻക്രാഫ്റ്റ് ഇട്ട് വന്നിക്കണം. ഓക്കെ, അപ്പോൾ എന്താണ് ഞാൻ ഇപ്പോൾ വേൾഡ് തുടങ്ങിയിട്ടില്ല. ഞാൻ ആദ്യം ഇത് കയറ്റിയപ്പോൾ ഒരു വേൾഡ് തുടങ്ങി, പക്ഷേ ഞാൻ അതിൻ്റെ അകത്ത് ഷെയ്ഡർ കയറ്റിയില്ല. ഇതിൽ മാർക്കറ്റ് പ്ലേസിൽ വേണ്ടി ഞാൻ കയറ്റിയതാണ്. ഓക്കെ, അപ്പോൾ വർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു വേൾഡ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ വേറെ വെള്ളം തുടങ്ങാണ്ടി പോകണം. ആ വെള്ളം നമുക്ക് കളിക്കണ്ട. ഓക്കെ, പിന്നെ ഇത് മോഡ് ചെയ്യിപ്പിക്കണം. ഓക്കെ, അപ്പോൾ എനിക്ക് ഈ സാധനങ്ങൾ നല്ലത് എന്താ ഇത് നമ്മൾ ക്ലിക്ക് ചെയ്താൽ ഈ മോർട്ടലാകാൻ പറ്റും പറയാം, പക്ഷേ ഈ മോർട്ടലാകാൻ പറ്റുന്നില്ല വെറുതെ. ഓക്കെ, പക്ഷേ നിങ്ങൾക്ക് മാർക്കറ്റ് പ്ലേസിലൊക്കെ പോയാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുണ്ടാവും. ഇതിലെല്ലാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഞാൻ ഇപ്പോൾ ഇതിൽ നിന്നാണ് സാധാ നമ്മൾ ഷെയ്ഡർ നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയി അതിന് നിങ്ങൾക്ക് കയറ്റും. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതിൽ നിന്നാണ് നമ്മുടെ ഗ്രാഫിക്സിൻ്റെ മോഡ് കയറലായിട്ട് ഷെയ്ഡർ. ഓക്കെ ഞാൻ അതൊക്കെയാണ്. ഞാൻ എന്തായാലും അക്കൗണ്ട് കൊടുത്തിട്ടില്ല. അക്കൗണ്ടൊക്കെ നമുക്ക് പിന്നെ കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു വേൾഡ് മാത്രമേ കളിക്കുന്നുള്ളൂ. ഓക്കെ, കുറേ എന്തെങ്കിലും കമൻറ്റ് ചെയ്താണ്. ഓക്കെ, ഞാൻ അധികം ഒന്നും കളിപ്പിക്കാൻ നേരെ മുകളിലേക്കുള്ള കണക്കാം. അപ്പം നേരെ പ്ലേ ഒക്കെ വൈസ്. ഓക്കെ, ഇതാണ് ഞാൻ ആദ്യം വെറുതെ മൈ വേൾഡ് പറഞ്ഞിട്ടൊരു വേൾഡ് തുടങ്ങി. നമുക്ക് എന്തായാലും പുതിയ വേൾഡ് തുടങ്ങാം ഗൈസ്. ഓക്കെ, ഗൈസ് നമ്മുടെ വേൾഡ് അതാണ് ഞാൻ ഇട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വേൾഡൊക്കെ നമുക്ക് സീഡ് വെറുതെ നമുക്ക് എന്തെങ്കിലും കണ്ട് അടിച്ചോക്കാം. വെറുതെ എന്തെങ്കിലുമൊക്കെ വരട്ടെ. ഓക്കെ, ഞാൻ വെറുതെ കണ്ട് അടിച്ചതാണ്. ക്രിയേറ്റ് ആക്കാം ഗൈസ്. ഓക്കെ, ഞാൻ ആദ്യം ഒരു തുടങ്ങിയ വേൾഡ് കാണിച്ചില്ല ഗൈസ്. അതിൻ്റെ അത് ഞാൻ നമ്മൾ മരുഭൂമിയിലാണ് ജനിച്ചത്. അപ്പോൾ ഒരു സ്ഥലം ഉണ്ടായിരുന്നില്ല, ഞാൻ അവിടെ പെട്ടു. പക്ഷെ ഞാൻ ജനിച്ചതിന് മറ്റൊരു സാധനമില്ല ഗൈസ്, ഒരു എന്താ പറയുക, ചെസ്റ്റൊക്കെ ഉണ്ടാവില്ല നമുക്ക് മരുഭൂമിയിൽ പൊട്ടിച്ചെടുക്കുക. അതിൻ്റെ പേർക്ക് അറിയില്ല, പേരറിയാം പക്ഷെ ഓർമ്മല്ലോ. ഓക്കെ, ആ സാധനത്തിൻ്റെ അവിടെയാണ് ഞാൻ ജനിച്ചത്. ഇത് ഓക്കെ, ഇപ്പം ഞാനവിടെ ജനിച്ചു. ഓക്കെ, എല്ലാം കൂടണം. ഓക്കെ നമ്മളിപ്പോൾ ജനിച്ചുള്ള മറ്റേ ഓറഞ്ച് മരമുള്ള സ്ഥലത്താണ്. ഓക്കെ, ഇതിനെ പേരെന്നാ പ്രത്യേകിച്ചൊന്നും അറിയില്ല ഗൈസ്, നമുക്ക് കളിക്കാനല്ലേ. കാരണം നമുക്ക് എന്തായാലും ആദ്യത്തെ നമ്മുടെ മരം വെട്ടി തുടങ്ങാം ഗൈസ്. ആദ്യത്തെ നമ്മുടെ മരം. ഓക്കെ, ന്യൂ റെസിപ്പി ഉണ്ടോ? നല്ല ലാഗ് അടിക്കണ്ടില്ലേ? നല്ല ലാഗ് അടിക്കണ്ട്. നല്ലല്ല, ചെറിയ ലാഗ് അടിക്കണ്ട. ഗ്രാഫിക്സിൻ്റെ മൂഡ് ആയിട്ടുണ്ടാവും. 1 മിനിറ്റ്. അപ്പോൾ ഇതിന് ഇടയ്ക്കൊക്കെ ഒന്നും ലാഗുള്ളൂ. അപ്പോൾ ഞാൻ എടുത്തുണ്ട്, വേറെ മാറ്റാനൊന്നുമില്ല. ഇനി നമുക്ക് എന്തായാലും ഇതിട്ട് തന്നെ കളിക്കാം. ഓക്കെ, അപ്പോൾ അതിന് നമ്മളൊരു മരം വെട്ടി നമ്മളെന്താ ചെയ്യേണ്ടത് കേസ്, നമ്മളെ എടുത്തിട്ട് നേരെ കൊണ്ട് ക്രാഫ്റ്റ് നാബിളല്ല ഇത് കൊണ്ട് ഇതാക്കിയിട്ട് ഇതിലുണ്ടായിട്ട് ക്രാഫ്റ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് ക്രാഫ്റ്റ് നാബിൾ ഇട്ടു. എന്നിട്ട് എടുത്തിട്ട് ആ സോംബി ഇടുക വെള്ളത്തിൽ. ഓക്കെ, പിന്നെ അയ്യോ നമ്മളോട് വെച്ചിട്ട് കാര്യമില്ലല്ലോ, ഇനി കുറച്ചുകൂടി മരം വേണ്ടേ. ഓക്കെ, നമുക്ക് കുറച്ചുകൂടി മരം വെട്ടണം. ഓക്കെ, അങ്ങനെ നമ്മൾ 6 മരം വെട്ടിയിട്ടുണ്ട്. ഞാൻ എടുത്തിട്ട് നമുക്ക് നേരെ കൊണ്ടിട്ട് അങ്ങനെ. ഓക്കെ, എന്നിട്ട് ഇത് സ്റ്റിക്ക് ഉണ്ടാക്കുക. സ്റ്റിക്കായിട്ട് നമ്മൾ എന്തുണ്ടാക്കേണ്ടത് അത് നമുക്കൊരു പിക്കാക്സ് ഉണ്ടാക്കാം, പിന്നെ ഒരു വാള്, പിന്നെ ഒരു ആക്സ്. ഓക്കെ, സെറ്റായി. നമുക്ക് ഈ ക്രാഫ്റ്റിൻ്റെ അവിടെ എടുത്തുണ്ടാവും. ഓക്കെ, കിട്ടിയാണ് ഓൾ സെറ്റ്. നമുക്ക് ഫുഡ് ഉണ്ട്. രാത്രി നമ്മൾ ചിലപ്പോൾ ഫുഡ് ആവശ്യം വരും. അപ്പോൾ നമുക്ക് നമ്മളെ പന്നിച്ചക്കനെ
നമുക്ക് ഫുഡ് വേണം. നമുക്ക് രാത്രിയൊക്കെ നമുക്ക് തിന്നാൻ ഫുഡ് കൊണ്ടുവരും ഗൈസ്. അത് വേറെ സീനാണ്. ഓക്കെ, നമുക്ക് പൊന്മാരൊക്കെ ഒന്ന് തീർത്തിട്ട് കാണാം ഗൈസ്. അങ്ങോട്ട് വേണം. ഹലോ, ഒരെണ്ണം കൂടി ഉണ്ട്. എല്ലാവരെയും വന്നിട്ട് പോകാൻ എവിടെയും തീർത്തില്ലെങ്കിൽ ഇവന് വിഷമാവും. ഒരു ബ്രോ പോത്തും കുട്ടി സാറില്ല പാവണം നോട്ടെ. അടുത്ത വട്ടം വരുമ്പോൾ എന്നൊക്കെ തീർത്തിട്ടേ പോവുള്ളൂ. ഇനി നേരെ നമുക്ക് രാത്രി ആയാൽ വീട് വേണം. വീട് അവിടെ വെക്കുക. ഓക്കെ, അതാരാ അവിടെ ഒളിഞ്ഞിരിക്കുന്ന? ഓ ഗൈസ്, ചെറിയ കുട്ടി. ഓ സോറി. ഇത് വലുതായിട്ടാണെങ്കിൽ അന്നെ പിന്നെ ഈ പന്നിനെ ഞാൻ തീർന്നു. ഓക്കെ, ഇത് ചെറുതായിട്ട് കേട്ടോ. ഓക്കെ, നമുക്കെന്നല്ല ഗൈസ്, നമ്മളങ്ങനെ പന്നികൾ കൊല്ലാറില്ല ഗൈസ്. നമ്മൾ പാവണ്ട. ഓക്കെ, ഓ വെള്ളം. കേറിൻ്റെ നമുക്ക് സ്റ്റോൺ വേണം. നമുക്ക് കുറച്ചുണ്ടെങ്കിൽ നമുക്ക് പൊട്ടിക്കാം. നമുക്ക് രാത്രി ആവണതിൻ്റെ മുന്നേ നമുക്ക് ഷീപ്പിനെ പിടിക്കണം. ഷീപ്പുണ്ടെങ്കിൽ നമുക്ക് ബെഡ് ഉണ്ടാക്കാൻ പറ്റുള്ള അറിയാലോ. അല്ലെങ്കിൽ നമുക്ക് വില്ലേജ് എൻ്റെ ഉള്ളിൽ വില്ലേജിൽ നിന്ന് എടുക്കുക. പക്ഷെ ഇപ്പം നമുക്ക് ഷീപ്പാണ് ഇടയിൽ അവിടെ വില്ലേജ് എവിടെയെങ്കിലും കാണണമെങ്കിൽ കണ്ട് കയറാം. ഓക്കെ, ഷീപ്പിനൊന്നും അവിടെ കാണാനില്ല. നമ്മളോടോ ഇതിൽ ചാടിയില്ല കേസ്. നമുക്ക് കുറച്ച് എന്തായാലും ഇവിടെ നിന്ന് സ്റ്റോൺ പൊട്ടിക്കേ. സ്റ്റോൺ ഇത്തിരി ആവശ്യമുണ്ട്. അയ്യോ, ബൈക്ക് പോകുന്നായിരുന്നു. നമ്മളതിനോടില്ല, കാരണം ബിക്കോസ് വി ആർ പ്രോസ് നോട്ട് സ്നൂപ്സ്. ഓക്കെ, കുറച്ച് സ്റ്റോൺ കൊണ്ട് പൊട്ടിക്കുന്നുണ്ട്. നമുക്ക് എവിടെയെങ്കിലും പോയിട്ട് വീട് വെക്കാം. പക്ഷെ വീട് ഇപ്പം തന്നെ വെക്കണം. നമുക്കിപ്പോൾ എന്തെങ്കിലും മതിലാട്ടം കുറിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൊണ്ട് വീടൊക്കെ. അങ്ങനെയാണ് നമ്മൾ ആദ്യം തന്നെ മൈൻക്രാഫ്റ്റ് അങ്ങനെയാണ് ആദ്യം ചെയ്യാറ്. നിങ്ങളങ്ങനെ ചെയ്യാറ്? കമൻറ്റ് ചെയ്യൂ, കമൻറ്റ് ചെയ്യാം. വെള്ളമല്ലേ ഇവിടെ? ഞാൻ അവിടെ വെള്ളം കണ്ടിട്ടുണ്ടായിരുന്നു. ഓ ചന്തി പൊള്ളി. അല്ലാ, അയ്യോ ലൈഫൊക്കെ ഒരു അതാരത് നമ്മൾ പിന്നെ ഓക്കെ ഒരെണ്ണം കിട്ടിയുള്ളൂ ഗൈസ്. ഒരൊറ്റ ഒരെണ്ണവിന് ലൈഫും ഇല്ല എൻ്റെ കയ്യിൽ. തിന്നാന്ന് പറഞ്ഞാൽ പക്ഷെ ചൂടാക്കി എന്നാൽ പെട്ടെന്ന് കൂടാണ്ട് ഞാൻ ചൂടാക്കി എന്നാലും കഴിക്കുക. ചൂടാക്കിയിട്ട് തന്നെ തിന്നാം. കേസ് നമുക്ക് ഉടക്കാം. എന്നിട്ട് ഇതിൽ പോയിട്ട് അവിടെ കുറച്ച് പ്ലാങ്ക് ഉണ്ടാകും. നമുക്കിത് വെച്ചിട്ട് ആദ്യം മട്ടൻ തന്നെ പൊരിക്കണം. കേസ് ഇതെന്തായാലും പൊരിക്കട്ടെ കേസ്. ഇപ്പോൾ ഇത് കുക്കായിക്കൊണ്ടിരിക്കുകയാണ്. അവരിപ്പോൾ നമുക്ക് ഓക്കെ കുക്കായി കഴിഞ്ഞു. ഓക്കെ തിന്നാം വയറ് നിറക്കണം. കുറച്ചുകൂടി ഉണ്ട്. ഫുഡായും കൂടി ഒന്ന് പൊരിക്കാം. അപ്പം നമുക്ക് പോണവഴിക്കൊക്കെ എന്തെങ്കിലും സ്കെൽട്ടനെ സോമ്പി എന്തെങ്കിലുമൊക്കെ അറ്റാക്ക് ചെയ്താൽ രാത്രിയൊക്കെ അപ്പോൾ തിന്നാൻ എന്തെങ്കിലും വേണം. ഓക്കെ, നമുക്കെന്തായാലും കേസ് അവിടെ പോയി വേറെ കുറച്ച് ഇതിനെയും കൂടി കൊന്നിട്ട് കേസ് നമ്മളാണ് കൊല്ലുന്നല്ലോ. നമ്മൾ പാവപ്പെട്ട. പക്ഷെ നമുക്ക് വിശന്നാൽ നമ്മൾ ചിലപ്പോൾ തീർക്കും. ബെഡ് വേണം രാത്രിക്ക്. ഓക്കെ, 2 കിട്ടിയിട്ടുണ്ട്. ഒരെണ്ണോടി കിട്ടിയാൽ മതി. ഏതെങ്കിലും ഒരു ഷീപ്പ് മതിക്കുക. അവിടെ ഒരു ബെഡ് ഉണ്ടാക്കാൻ രാത്രി ആകുമ്പോഴത്തേനും. ഏതെങ്കിലും ഒരുത്തൻ ഇവിടെ എവിടെയും കാണില്ല. ഓ പോത്താണ്, പോത്ത്. ഓക്കെ, അവിടെ ഷീപ്പില്ലേ ഇവിടെ? ഷീപ്പിനെ വേണം. ഷീപ്പിനെ എവിടെയും കാണാനില്ല കേട്ടോ. നമുക്ക് എന്തായാലും ആ ഫുഡ് എടുത്തിട്ട് പോണ വഴിക്ക് അവിടെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഐഡിയ കിട്ടി. നമുക്ക് ഇവിടെ തന്നെയാണ്ട് കുഴിച്ചുണ്ടാക്കാം. നമുക്ക് ഇവിടെ തന്നെ അങ്ങനെ ഉണ്ടാക്കാം. പിക്കാക്സ് നമുക്കെന്തായാലും കേസ് ഇവിടെ തന്നെ ഇപ്പം നമ്മൾ വീടുണ്ടാക്കുകയാണ്.
നമുക്ക് ഇത് നമ്മളെ സ്ഥലമാക്കിയാലോ. ഇവിടെ ഒക്കെ ഒന്ന് നിരപ്പാക്കിയിട്ടൊരു വീടാണെന്ന് വെച്ചാൽ മതി. പക്ഷെ അതിൻ്റെ മുന്നേ ഒരു ഡോറൊക്കെ ഉണ്ടാക്കണം. അതിന് ഞാൻ ക്രാഫ്റ്റിൻ്റെ അവിടെ നിന്ന് കൊണ്ടുപോകണം. പൊട്ടിക്ക്. ആ അത്ര ഉള്ള. അയ്യോ 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 ഞാൻ ഇവിടെ ഇല്ല. ഞാൻ ഇവിടെ ഉള്ള ആളല്ല ചേട്ടാ. ഞാൻ വേറെ ഇവിടെ നിന്ന് വന്നതാണ് ചേട്ടാ. ഓടാ അവിടുന്ന് നമ്മളോട് ഓക്കെ. ഒരു മിനിറ്റ് പൊട്ടിച്ചിട്ടുണ്ടാവൊക്കെ നാട് തീർക്കണേ. ഒരുത്തനെയും വെറുതെ ഇവിടെ മാറ്റാൻ വടാ. എന്താ പേടിച്ചാ ഓക്കെ. തീർത്താണ്ട് കൊടുത്തിട്ടുണ്ട്. ഒരു കട്ടെന്താ ഏറി നിൽക്കണു. എന്താ പൊട്ടിച്ചെടുക്കുക. ഇത് പൊട്ടിക്കണം ഗൈസിൻ്റെ ക്രാഫ്റ്റിൻ്റെ അവളൊക്കെ അവിടെയാണ്. ഇപ്പം തന്നെ ഇറങ്ങി പൊട്ടിക്കണം. നമുക്ക് പേടിയില്ലല്ലോ ഗൈസ്. കുട്ടികളെ ചിലക്ക് ബാക്കിൽ കൂടെ ഒക്കെ വരും. ക്രീപ്പർ എന്നാലാണ് കിട്ടുക. പെട്ടെന്ന് എടുക്കാം. കിട്ടി പുറത്തേക്ക് തന്നെ കിട്ടി. ഓക്കെ സാധനങ്ങളൊക്കെ പോയി സെറ്റ്. കത്തിയുണ്ട്. ഓക്കെ ഞാൻ ചത്ത അവിടെ സ്ഥലം എന്നൊക്കെ ഓർമ്മയില്ല. പോയൊക്കെ എവിടെയൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ സാധനങ്ങൾ ഡിസ്പോണായി പോയി അത്ര പറയുള്ളൂ. ഇതാണ് അല്ല. പിന്നെ ഇവിടെ നല്ല എന്നാണ് തോന്നുന്നത് ഗൈസ്. നമ്മള് എവിടെയാ അതിൻ്റെ സാധനങ്ങളവിടെ പോയി. ഞാൻ പോയ വഴി പോലും ഞാൻ ഓർത്തില്ല. കണ്ണൊക്കെ തിളങ്ങും. എൻ്റെ സ്പൈഡറിൻ്റെ നമ്മുടെ ഒറ്റമൈൻ്റെ കേസ് ഓടന്നെ. അവിടെ ഇവിടെ ഒന്നല്ല. ഇതൊക്കെ ഏതാ സ്ഥലം? അയ്യോ നോക്കരുത്. എൻ്റെ കണ്ണുമൊക്കെ നമ്മൾ പിടിക്കും. ഓക്കെ ക്രീപ്പർ പൊട്ടി. ബാക്കിൽ നിന്ന് സോംബി വന്നടിക്കണം. ഞാൻ അവിടെ അല്ല. നമ്മളോടെ അടക്കിൻ്റെ സ്ഥലം കണ്ടുപിടിക്കണം. പിന്നെ സാധനങ്ങൾ കിട്ടിയാൽ മതി. എൻ്റെ ഫുഡ് ഇവിടെ നല്ല. ഇവിടെ എന്താ ലേറ്റ് ഉണ്ട്. ലാഭമാണ് അവിടെ. അപ്പോൾ ഞാൻ എന്തായാലും അങ്ങോട്ടൊന്ന് പോകുന്നുണ്ട്. എൻ്റെ സാധനങ്ങൾ കിട്ടുന്നതാണല്ലേ. നമുക്കെന്നാലും അത് ഇങ്ങോട്ട് പോവാം. ഇങ്ങോട്ട് പോയിട്ട് നേരെ പോയിട്ട് ചാവ് തന്നെ. വേറൊന്നുമില്ല. നമുക്ക് ഇങ്ങോട്ട് പോവാം. ചാവണം. ഗോൾഡ് ഉണ്ട്. ഗോൾഡായിട്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ലത്. ചാവണം കേസ്. എന്നിട്ട് നമ്മളൊന്നുകൂടി റീസ്പോൺ ആവണം. എന്നിട്ട് നമ്മുടെ സ്ഥലം തരാൻ പോകണം. അത്രേ ഉള്ളൂ കേസ്. ഞാൻ എന്തായാലും സ്ഥലം എവിടെയൊക്കെ ഒന്ന് കണ്ടാവും പറയാം. ഓക്കെ അവിടെ എന്തൊരു XP ആണ്. XP അല്ലേ ഞാൻ ഇപ്പോൾ കണ്ട. അപ്പോൾ ഇവിടെ ഞാൻ ഇല്ലല്ലോ. ചലന്തി. ഞാൻ എന്തായാലും രാവിലെ ആയിട്ട് പോയിക്കൊണ്ട്. ധൃതിയൊന്നുമില്ല. ഇക്കൊരു ധൃതിയില്ല. ഞാൻ രാവിലെ പോയിക്കൊണ്ട്. അയ്യോ ആരടിച്ച്. മാറിക്കറ. ചത്ത് വീണ്ടും. ഓക്കെ നോ സീനില്ല ഗൈസ്. പംകിൻ കണ്ട പിന്നെ അവിടെ വില്ലേജ് ഉണ്ടാവും ഉറപ്പാണ്. നമുക്കെന്തായാലും സാധനങ്ങൾ കിട്ടിയ സീനില്ല. പംകിൻ കണ്ട് അത് മതി. പംകിൻ പൊട്ടിക്കണം എന്നൊക്കെ ഉണ്ട് ഗൈസ്. ബട്ട് ഇവിടെ നിറച്ച് ഇവന്മാർ നമ്മളടിച്ചോണ്ടിരിക്കുക. വലിയൊരു കുഴിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ കുരിപ്പിനെ കണ്ണെടുത്ത് കണ്ടുകൂടാ. മാറിക്ക്. മാൻ ഇവിടെ എന്താ? അടക്കാനാൽ മുകളിൽ കയറണം ഗൈസ്. അവിടെ ഒരു കുഴിയുണ്ട്. അവിടെ ഞാൻ വീടുണ്ടാക്കിയാൽ വിചാരിക്കുക. പക്ഷെ എൻ്റെ വീട് അവിടെ മൂടാനെന്തെങ്കിലുമില്ല. കയറി പോവാനെന്തെങ്കിലും ഒന്നുമില്ല. നമുക്കെന്തെങ്കിലും അങ്ങനെ പോവാം. കയറി പോവാൻ ഓക്കെ. നമുക്ക് ഇങ്ങനെ കയറി പോകാം. രാവിലെ പറയാം. ഓക്കെ മറ്റവന്മാരവിടെ കത്തിയിരിക്കുന്നുണ്ടാവും.
അല്ലേ നമ്മളോട് ഞാൻ എന്തായാലും കേസിൻ്റെ പഴയ സ്ഥലം കണ്ടെത്താൻ എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു ഓട്ടോ പോലെ എന്തോ കണ്ട് ഞാൻ. അപ്പോൾ അവിടെ കയറി തങ്ങിയാലോന്ന് വിചാരിക്കാം. അമ്മേ അതാരാ? സ്കെൽട്ടൻ. അയ്യോ സ്കെൽട്ടൻ, ഞാൻ എങ്ങനെയൊക്കെ ഇവിടെ എത്തിയതാളാ ഗൈസ്. ഞാൻ കണ്ടില്ല. അതിൻ്റെ ഇടയിൽ പിന്നെ ഗെയിം ചെറുതായിട്ട് ലാഗാവും ചെയ്ത്. ഇവിടെ നിന്നാണ് ഞാൻ ആദ്യം മരം മുറിച്ച് ഗൈസ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എടുത്തോ മരം മുറിക്കാം. ഓക്കെ അപ്പോൾ ഞാൻ എൻ്റെ സ്ഥലം കാണാമല്ലോ ഗൈസ്. ഞാൻ പണ്ടത്തെ കളിയൊന്നും വരുന്നില്ല ഗൈസ് മൈൻക്രാഫ്റ്റിത്തെ. പണ്ടൊക്കെ പ്രോ ആയിരുന്നു, ഇപ്പം നൂബായി. ഞാൻ മൈൻക്രാഫ്റ്റ് കളിച്ചിട്ട് കുറേ ദിവസമായി. ഞാൻ പിന്നെ നിങ്ങളിങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ കയറ്റിയതാണ്. പിന്നെ ഇവനെയും കൂടി അന്ന് തീർത്താൽ ഒക്കെ 3 എണ്ണം ആയി ഗൈസ്. കാരണം മറ്റിൻ്റെ 2 എണ്ണം കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇവനേട് തീർത്തക്ക് 3 എണ്ണമായി. ഒരു ബെഡ് ഉണ്ടാക്കാം. പക്ഷേ എന്തപ്പോൾ കഥ ഓക്കെ 2 എണ്ണം കിട്ടി. എന്നാലും ആ സ്ഥലം കണ്ടുപിടിക്കണം ഗൈസ്. ഞാൻ ആ സ്ഥലം അവിടെ സാധനം എന്താ കഴുതട കുട്ടി. 3 എണ്ണം കിട്ടി. കഴുതട കുട്ടി 3 എണ്ണം കിട്ടി. കഴുതട കുട്ടി 3 എണ്ണം കിട്ടി. കഴുതട കുട്ടി കിട്ടിയടാ 3 എണ്ണം കിട്ടി. 3 എണ്ണം കിട്ടി. നമ്മളങ്ങനെ കേസ് നമുക്കൊരു ബെഡ് ഉണ്ടാക്കാനുള്ളതായിട്ടുണ്ട്. ബട്ട് ബെഡ് ഉണ്ടാക്കുന്നതിന് മുന്നേ നമുക്ക് ക്രാഫ്റ്റ് നാബിൾ ഉണ്ടാക്കുന്നതിൽ മരമുണ്ട്. ബട്ട് ഞാൻ ഒരു സ്ഥലം പിടിക്കട്ടെ. അവിടെ നമുക്ക് നിൽക്കാനും സ്ഥലം വേണ്ടേ? അതിനുവേണ്ടി നമുക്ക് ആദ്യമൊരു സ്ഥലം വേണം. ഞാൻ ഇതിൻ്റെ മുകളിൽ ചെയ്യുന്നാലും വേണ്ട. അപ്പം നമുക്ക് കുഴി ഒഴിച്ച് ഇത് ഞാൻ കുഴി ഒഴിച്ചേ ചാവിട്ട് തീ കത്തിയിട്ട് തന്നെ ചാവട്ടെ. ഇത് ഞാൻ 2ാമത് കുഴി ഒഴിച്ച സ്ഥലമാണ് ഗൈസ്. നമുക്ക് ഇവിടെ നിൽക്കാം. 2ാമത് കുഴി ഒഴിച്ച സ്ഥലം. എനിക്ക് 2ാമത് കുഴി ഒഴിച്ച സ്ഥലം അവിടെ നിൽക്കാം. ഇവനും ചാവാത്ത കുട്ടിയത്ത്. ഇവിടെ നമുക്ക് കൃഷി ചെയ്യാം ഗൈസ്. ഇവിടെ കൃഷി ചെയ്യാം. ഇവിടെ നമുക്ക് ആ കുഴിയിൽ വീടുണ്ടാക്കാം. പിന്നെ കുറച്ച് നമുക്ക് അങ്ങോട്ടൊക്കെ പോവാം. എന്നിട്ട് അവിടെ അല്ലെങ്കിൽ ഇവിടെ വീടുണ്ടാക്കാം. ഓക്കെ പശുക്കുട്ടൻ ഡേട്ട് എടുക്കാം. എന്തായാലും വെറുതെ ഇരിക്കല്ലേ. ക്രാഫ്റ്റിംഗ് ടേബിൾ ഇപ്പോഴത്തേക്ക് ഞാൻ ഇവിടെ പുറത്താണ് വെക്കണത്. ഓക്കെ എന്നിട്ട് നമുക്ക് അടുത്ത് എന്തപ്പോൾ ഉണ്ടാക്കണ്ട? അടുത്ത് ഒരു ഡോർ ഉണ്ടാക്കണം. വീടിന് വെക്കാനേ ഒരു ഡോറ്. പിന്നെ ബെഡ് ബെഡ് ഞാൻ മറന്നിട്ടാ. ഓക്കെ 1 ബെഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ ഇനി ഇത് കുഴിക്കണമെങ്കിൽ നമുക്കൊരു പിക്കാക്സ് വേണം. അതും കൂടിയാണ് ഉണ്ടാക്കാം. ഓക്കെ അങ്ങനെ നമ്മളൊരു പിക്കാക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് കുഴിക്കാം. ഓക്കെ ഡോറ് ചിക്കാല്ലേ? ഡോറ് കൂടെ വെക്കാം. ഓക്കെ സെറ്റ്. അങ്ങനെ ഫുള്ള് സെറ്റാണ് നമ്മൾ. ഓക്കെ അങ്ങനെ ഫുള്ള് സെറ്റാണ് കേസ്. നമ്മൾ സെറ്റാക്കിയിട്ട് ഓക്കെ നമുക്കിതൊക്കെ കൊണ്ട് കുഴിക്കാം. ഓക്കെ സ്റ്റോൺ നമുക്ക് എന്തായാലും കുറച്ചൊക്കെ ആവശ്യം വരും. പിന്നെ നമുക്ക് ഓക്കെ അതൊക്കെ അങ്ങനെ കുറച്ചെടുക്കാം. ഡേറ്റ് വേണമെങ്കിൽ നമുക്ക് അയ്യറ്റ് പിടിക്കും. അത് എന്തിനാ ഇതിൻ്റെ ഇത് കളയണം ഹെൽത്ത് എന്ന് വെച്ചാൽ ഇതിൻ്റെ പിക്കാക്സിൻ്റെ ഹെൽത്ത്.
ഓക്കെ അങ്ങനെ ഓൾ സെറ്റ് നമ്മളെല്ലാതും സെറ്റാക്കിയിട്ടുണ്ട്. അയ്യോ പിക്കാക്സ് കൂട്ടിയാ സീനിൽ നമുക്ക് പുതിയ ഉണ്ടാക്കാം. ഓക്കെ അപ്പോൾ ഇതാണിപ്പോൾ ഞാൻ ആക്കില്ല മുകളിൽ നോട്ടിക്കണം അത് കണ്ട. ഓക്കെ നമുക്ക് എന്തായാലും കഴിച്ച് നമുക്ക് അടിക്ക് ഇതാ ഇവിടെ ആയിട്ട് ഞാൻ മൈനിങ് ഏരിയ സെറ്റ് ചെയ്യാൻ വേണ്ടി വേണേ. പിന്നെ ഇവിടെ ആയിട്ട് നമുക്ക് ബെഡും ജസ്റ്റ് ഇതൊക്കെ വെക്കാൻ. പിന്നെ ഇവിടെ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഫർണിച്ചറൊക്കെ. ഓക്കെ അതിൽ ക്രാഫ്റ്റിൻ്റെ അപ്പോൾ നമുക്ക് നേരെ എടുത്തിട്ട് ഉള്ളിക്കാരിൽ കൂടെ നിൽക്കാം. ഓക്കെ നമുക്ക് നേരെ എടുത്തിട്ട് നമുക്ക് ഒരു മിനിറ്റ് ആദ്യം നമുക്ക് ബെഡ് വെക്കാം. എന്നിട്ട് നമുക്ക് റീസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്യാം. ഇതിപ്പോൾ അവിടെ വെക്കുക ഇവിടെ നോക്കാമല്ലേ. ഓക്കെ ഓക്കെ റീസ്പോണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ കുറേ സൈഡിൽ ഇങ്ങനെ എഴുതി കാണിക്കും. ഓക്കെ റീസ്പോണ്ട് അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ശേഷം നമുക്ക് പോയിട്ട് അവിടെ കുറച്ച് ഷുഗർ കെയിൻ ഉണ്ട് വെറുതെ പോയി പൊട്ടിച്ചോണ്ട്. അതാരപ്പോൾ ഇത് പറഞ്ഞാൽ നമുക്ക് ഫുഡ് വേണ്ടേ. ഫുഡ് വേണം. പക്ഷെ ഇവന്മാരെ ഞാൻ തീർക്കണം. ഞാൻ ഫാം ഉണ്ടാക്കാം വെറൈറ്റി. കാരണം എന്തൊരു വെല്ലുവിളി. നമുക്ക് അവിടെ വീടാക്കിയാലോ. ഓക്കെ ഇവിടെ വീടാക്കിയാലോ. ഇത് ഓൾറെഡി കുടിച്ചതാണ്. ഇതിനുള്ളിൽ ഇനിയിപ്പോൾ വേണ്ട. നമുക്ക് അവിടെ തന്നെ മതി. ഇപ്പോൾ ഓക്കെ ഇവിടെ ഷീപ്പുകളുണ്ട്. ഇതിനിപ്പോൾ ഞാൻ തീർക്കണില്ല. നമുക്കാണെങ്കിലേ കുറച്ച് പുല്ല് ഇങ്ങനെ പറിച്ചിട്ട് നമുക്ക് സീഡായിട്ട് നമുക്ക് വീറ്റ് ഫാം തുടങ്ങാം. ഇത് കിട്ടാൻ കുറച്ച് പണിയാണ്. ഓക്കെ മഴയൊക്കെ പെയ്യുന്നുണ്ട്. നമുക്കെന്തായാലും നേരെ തിരിച്ച് കിട്ടിക്കോ. ഓക്കെ ഇവിടുത്തെ മഴയാണ് ഓക്കെ നമുക്കെന്തായാലും നേരെ തിരിച്ച് കിട്ടിയിട്ട് അവിടെ നിന്ന് ഞാൻ ഈ 4 സൈഡ് എടുത്ത് അവിടെ നിന്ന് കൃഷി ചെയ്യാനാണ്. നമുക്ക് അവിടെ കുഴിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നിട്ട് ഓക്കെ ആ വെള്ളത്തിൻ്റെ അവിടെ ആയിട്ട് കുഴിച്ചിടാം. അപ്പോൾ പെട്ടെന്ന് വളർന്നോളൂ. നമുക്ക് എന്നിട്ട് ഇത് വളർന്നിട്ട് വീറ്റായിട്ട് നമുക്ക് നേരെ പോയിട്ട് നമ്മളെ എന്താണ് അതിൻ്റെ പേരെന്താ ഷീപ്പില്ലേ ഷീപ്പിനെ ഇങ്ങോട്ട് വശീകരിച്ച് കൊണ്ടിരുന്നിട്ട് ഷീപ്പ് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ഒരു വീറ്റ് കൊടുക്കും തിന്നാൻ പാവല്ലേ. അപ്പോൾ ഒരു വീറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ നേരെ നമ്മൾ ഫെൻസ് ആയിട്ട് ഉണ്ടാക്കി നമ്മളെ ഷീപ്പിൻ്റെ കൂടിൻ്റെ ഉള്ളിൽ നമ്മൾ നേരെ അതിനെ കയറ്റി നിന്നിട്ട് നമ്മൾ ഇങ്ങോട്ട് പോരും. എന്നിട്ട് അതിനെ വെച്ചിട്ട് വേറെ ഷീപ്പിനെയും കൊണ്ടുവരിക. അപ്പോൾ വേറെ ഷീപ്പിനെയും കൊണ്ടുവന്നിട്ട് 2 വീറ്റ് കൊടുക്കുകയാണ് കുട്ടികളുണ്ടാവും. എന്നിട്ട് അപ്പോൾ നമുക്ക് ഓരോന്നിനെയും ഇങ്ങനെ ഓരോ വീറ്റ് കൊടുത്തിട്ട് അങ്ങനെ നമുക്ക് കുറേ ഷീപ്പിനിട്ട് നമുക്ക് എടുത്തിട്ട് ഓരോന്നിനെ കൊന്ന് ഫുഡ് ഇങ്ങനെ ഉണ്ടാക്കുക. പിന്നെ നമുക്ക് ബൂളുണ്ടാക്കും.